മെഴുതിരി പോലെരിയാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം, നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. ബലിയാകുവാൻ, ബലിയേകുവാൻ, ബലിപീഠത്തിൽ ഒരു മെഴുതിരി പോലിരിയാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം, നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. ജീവനാകാൻ, ജീവനേകാൻ, ജീവന്റെ അൾത്താരയിൽ ജീവനാകാൻ, ജീവനേകാൻ, ജീവന്റെ അൾത്താരയിൽ ഗോതമ്പുമണി പോലെ പൊടിഞ്ഞൊന്നു ചേരാൻ ജീവിതം ബലിയാകുവാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം, നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. തപസ്സുകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ച, കറുപ്പ് ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തപസ്സനുഷ്ഠിച്ചുകൊണ്ട് കർത്താവ് മിശിഹായുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന മണിക്കൂറുകളും ദിവസങ്ങളുമാണ് ഇനിയുള്ളത്. അതുകൊണ്ട് ഈശോ പീഡനങ്ങളേൽക്കുന്നു, മരിക്കുന്നു, ഉയർപ്പിക്കപ്പെടുന്നു, ഈ വലിയ തിരുനാളിലേക്ക് പ്രവേശിക്കുവാനായിട്ടൊരുങ്ങുന്ന ദിവസമാണ് ഇന്നേ ദിവസം. കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ വിശ്വാസത്തോടെ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് ഉറക്കെ ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാം. അരുതാത്തതൊക്കെ ചെയ്തതിനെ ഓർത്ത് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലിയർപ്പണത്തിന് ഒരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്കു നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ
അങ്ങേക്ക്. ഞങ്ങളുടെ ദൈവമായ കർത്താവ്, അങ്ങേ പ്രിയസുതൻ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത അതേ സ്നേഹത്തിൽ ഞങ്ങളും അങ്ങേ സഹായത്താൽ ഉത്സാഹപൂർവം ചരിക്കുന്നവരായി കാണപ്പെടുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന എസെക്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: എന്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എന്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായി ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഞാൻ കാത്തിരിക്കുന്നു, എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. രണ്ടാം വായന. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ലളിത പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായി. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവാൽ ജീവൻ പ്രദാനം ചെയ്യും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. മഹത്വത്തിൻ രാജാവാം യേശു മഹേശ്വരന് സ്തുതിയും ബഹുമതിയും സ്തോത്രവും എന്നേക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു: ഞാനാണ് ഉത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. മഹത്വത്തിൻ രാജാവാം യേശു മഹേശ്വരന്
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കർത്താവേ, ഇതാ അങ്ങു സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിന് അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. യേശു മാർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്തു തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ അന്വേഷിക്കുകയായിരുന്നുവല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറല്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സാബ്ദിയോൻ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മാർത്തയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് ഉത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിച്ചവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഓ കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ചു. ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മാർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ടു. വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിങ്കൽ കരയുവാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നിടത്ത് തന്നെ വന്നു. അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവെ, വന്നു കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധന്റെ കണ്ണ് തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ,
അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ടവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട, മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കറുപ്പ് ഞായറാഴ്ച എല്ലാ ദേവാലയങ്ങളിലും തിരുസ്വരൂപങ്ങൾ മൂടപ്പെടുന്നു. ഇനി ദുഃഖവെള്ളിയാഴ്ച കുരിശെടുത്ത് ഉയർത്തി, നമ്മൾ കുരിശുരൂപം ഉയർത്തി, ഇതാ ഇതാ കുരിശുമരം, ഇതിലാണ് ലോകൈക രക്ഷകൻ മരണം മരിച്ചത് ഈ മന്നിന്ന എന്ന് പാടുമ്പോഴാണ് അത്താരയിലെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വലിയ കുരിശുരൂപത്തിൻ്റെയും ഈ തുണി അനാവരണം ചെയ്യുക. പിന്നീട് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞിട്ടാണ് വിശുദ്ധരുടെയൊക്കെ രൂപങ്ങൾ അനാവരണം ചെയ്യുക. ഇത് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവണതയാണ്. ഇതിനാണ് നമ്മൾ വിളിക്കുക കറുപ്പ് ഞായറാഴ്ച. കറുപ്പ് ഞായറാഴ്ച കേൾക്കുവാനായിട്ട് ഭംഗിയുള്ള ഒരു വാക്കല്ല ഈ കറുപ്പ് ഞായർ എന്ന് പറയുന്നത്. ഞായറാഴ്ച പൊതുവെ ഇറച്ചി ഞായറാഴ്ച, അങ്ങ് ആഘോഷപൂർവകമായ ഞായറാഴ്ച എന്നൊക്കെ പറയുന്നത് കേൾക്കുവാനാണ്. അന്ന് ഇറച്ചിക്കടയിൽ കത്തോലിക്കരുടെ ക്യൂ ആയതുകൊണ്ട് പലരും ഇതിനെ ഇറച്ചി ഞായറാഴ്ച എന്ന് പറയും. തിരുനാളുകളും ആഘോഷങ്ങളും പാട്ടും മേളവും ഇടവക ജനങ്ങൾ ഒത്തുകൂടുകയും കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുകയും ചെയ്യുന്ന അങ്ങനെ ആഘോഷപൂർവമായ ഒരു ഞായറാഴ്ചയെ കറുപ്പ് ഞായർ എന്ന് വിളിക്കുന്നത് വളരെ ഭംഗിയല്ലെങ്കിലും ഇതിന് ദൈവശാസ്ത്രപരമായ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പൊതുവെ ആരാധനക്രമത്തിൽ മാത്രമല്ല ഈ വിശേഷണമുള്ളത്. ചില രാജ്യങ്ങളിൽ ചില ഞായറാഴ്ചകൾ കറുപ്പാണെന്നാണ് പറയുക. കാരണം ആ രാജ്യത്തൊക്കെ വലിയ വലിയ ദുരന്തങ്ങൾ സംഭവിച്ച ദിവസങ്ങളെ ഓർത്ത് അവരാ ദിവസത്തെ ഓർക്കും. ഈ ദിവസം ഈ നാടിന് കറുപ്പ് ഞായറാണെന്ന് പറയും. അവരങ്ങനെ അതിന് പേരിട്ടിട്ടുണ്ട്. 1935 ഒരു ഞായറാഴ്ച അമേരിക്കൻ ജനത മുഴുവനും ഇരുട്ടിലായിപ്പോയ ദിവസമാണ്. എല്ലാം നശിച്ച് തീരാ പട്ടിണിയിലേക്ക് രാജ്യം വീണു പോയപ്പോൾ ജനത ആ ഞായറാഴ്ചയെ വിളിച്ചതാണ് ബ്ലാക്ക് സൺഡേ. ഇത് കറുപ്പ് ഞായറാണ്. 1935 ജനങ്ങളെ കരയിപ്പിച്ച ആ സംഭവം പ്രകൃതി ദുരന്തമായിരുന്നു. ഒരു വലിയ മണൽക്കാറ്റ് ആ നാട്ടിൽ ആഞ്ഞു വീശി. ഒരു പകല് മുഴുവൻ അന്ധകാരമായിപ്പോയി. ഇങ്ങനെ മണൽക്കാറ്റ് അന്തരീക്ഷത്തിൽ പറന്നു പൊങ്ങി, പൊടിപടലങ്ങൾ അന്തരീക്ഷം നിറയെ വ്യാപിച്ചു. സൂര്യനെ പോലും ഇരുട്ടാക്കി കളഞ്ഞു എന്നാണ് പറയുക. ജനതകൾ അന്ധകാരത്തിലായി. സഹോദരങ്ങളെയും മക്കളെയും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ അന്ധകാരം മൂടപ്പെട്ടു. ഇങ്ങനെ അന്തരീക്ഷം മുഴുവൻ മണൽ കൊണ്ടും മണ്ണുകൊണ്ടും മൂടപ്പെട്ടപ്പോൾ അനേകം ജീവൻ പൊലിഞ്ഞുപോയി. ജീവിച്ചിരിക്കുന്നവരൊക്കെ പിന്നീട് രോഗികളായി മാറി. ഭവനങ്ങൾ നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കരച്ചില്. അങ്ങനെ അവര് എല്ലാം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിച്ചത് കൊണ്ട് ആ ഞായറാഴ്ചയെ അവര് വിളിക്കുക കറുപ്പ് ഞായർ എന്നാണ് വിളിക്കുക. അതിന് ഈ ആരാധനക്രമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് ദുരന്തം വിതച്ച ഒരു ദിവസമായിരുന്നു അത്. 1905 റഷ്യയിലും ഒരു കറുപ്പ് ഞായറാഴ്ചയുണ്ടായിരുന്നു.
അന്ന് നിരപരാധികളായ ഒരു കൂട്ടം ആയിരക്കണക്കിന് മനുഷ്യരെ റഷ്യൻ സൈന്യം വെടിവെച്ച് കൊന്ന ദിവസമാണ്. അതിനെയും അവർ വിളിക്കുക കറുപ്പ് ഞായർ എന്നാണ്. വലിയൊരു ദുരന്തമുണ്ടായി. അന്നൊരു റഷ്യയിലൊരു പുരോഹിതനുണ്ടായിരുന്നു, ജോർജി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ, തൊഴിലാളികൾ ഞങ്ങളുടെ അവകാശം സംരക്ഷിക്കണമെന്ന് പറയുന്നു. മർദ്ദിക്കപ്പെടുന്ന ജനത, യാതന അനുഭവിക്കുന്ന ജനത, വിശപ്പനുഭവിക്കുന്ന ജനത റഷ്യയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പുരോഹിതൻ അവരെ നയിക്കുവാൻ തുടങ്ങി, ഫാദർ ജോർജി. അവർക്ക് തൊഴിൽ സമയം ഒന്ന് ഇളവ് ചെയ്തു തരണം. 8 മണിക്കൂറായിരിക്കണം ഞങ്ങളുടെ തൊഴിൽ. രാവും പകലും ഞങ്ങൾക്ക് തൊഴിൽ ചെയ്യുവാനായിട്ട് ആരോഗ്യമില്ല. കുഞ്ഞുങ്ങളും മക്കളും എല്ലാവരും തൊഴിൽ ചെയ്യണം. പക്ഷെ ഇങ്ങനെ ഞങ്ങൾക്ക് ജോലി ചെയ്യുവാനായിട്ട് ആരോഗ്യമില്ല. അതുകൊണ്ട് 8 മണിക്കൂറാക്കി ഞങ്ങളുടെ തൊഴിൽ കുറച്ചു തരണമെന്ന്. അതോടൊപ്പം ഞങ്ങളുടെ തൊഴിൽ ചെയ്യുന്നതിന് വേതനം ഞങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നില്ല. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ വേതനം കിട്ടണം. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണം. തൊഴിലിടങ്ങളിൽ പീഡനം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിവേദനങ്ങളുമായി ജോർജി അച്ഛനും ആയിരക്കണക്കിന് തൊഴിലാളികളും സർ ചക്രവർത്തിയുടെ മുൻപിൽ ചെന്നു. പക്ഷെ അവര് ആ നിവേദനം സ്വീകരിച്ചില്ല. ആയിരക്കണക്കിന് തൊഴിലാളികൾ റഷ്യയിൽ ഒരുമിച്ച് കൂടിയപ്പോഴോ അവരെല്ലാം നിരായുധരായിരുന്ന തൊഴിലാളികളെ റഷ്യൻ സൈന്യം എല്ലാവരെയും വെടിവെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെയാണ് പിന്നീട് റഷ്യൻ വിപ്ലവമൊക്കെ ഉണ്ടാകുവാനുള്ള കാരണത്തിന് ഈ സംഭവമാണ് കാരണമായത്. അങ്ങനെ റഷ്യൻ ചക്രവർത്തിയോടുള്ള വിശ്വാസം അവർക്ക് കുറഞ്ഞുപോയി. അങ്ങനെ റഷ്യൻ വിപ്ലവം ഉണ്ടാകുന്നു. ഇതിനെ അവർ വിളിക്കുന്നത് ബ്ലാക്ക് സൺഡേ എന്നാണ്, കറുത്ത ഞായർ എന്നാണ്. നിരപരാധികളായ മനുഷ്യരെ കൊന്നുവീഴ്ത്തിയ കറുത്ത ഞായറാഴ്ച എന്നാണ് പറയുക. അങ്ങനെ ഈ കറുപ്പ് ഞായർ എന്ന് പറയുന്നത് ഒരുപാട് ദുരന്തങ്ങളും ദുരനുഭവങ്ങളും ഉണ്ടാകുന്നത് അമേരിക്കയിലും റഷ്യയിലും മാത്രമല്ല, നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തിലും ഞായറാഴ്ച മാത്രമല്ല, ചില ദിവസങ്ങളൊക്കെ കറുപ്പ് ഞായറായി മാറുന്നു. ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ദിവസങ്ങളായി മാറുന്നു. ഈ അടുത്ത കാലത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു പിതാവ്, അദ്ദേഹത്തിന് ഹൈ ഡയബറ്റിക്സ് ആണ്, ഷുഗർ, പഞ്ചസാരയുടെ അസുഖം, ഒരുപാട് രോഗിയായി പോയ ഒരു മനുഷ്യൻ. അദ്ദേഹം മക്കൾക്ക് വേണ്ടി വിദേശത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഷുഗർ കൂടി അദ്ദേഹത്തിൻ്റെ വിരലുകളൊക്കെ മുറിച്ചു മാറ്റി, കയ്യിലെയും കാലിലെയും വിരലുകൾ. എന്നിട്ടും അദ്ദേഹം നാട്ടിലെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ അധ്വാനിച്ചു. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, വിവാഹിതനാണ്. മകനിങ്ങനെ നാട്ടിൽ താന്തോന്നിയായി നടക്കുന്നു എന്നറിഞ്ഞ് പിതാവ് അവനെ വിദേശത്തേക്ക് വിളിച്ചു. ഇവിടെ വന്ന് നീ ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റുക. അങ്ങനെ അവനെ വിദേശത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ടും അവൻ്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അവൻ വീണ്ടും പഴയതുപോലെ ഭാര്യയെ മറന്നു തുടങ്ങി. കിട്ടുന്ന പൈസയ്ക്കൊക്കെ മദ്യപിക്കാൻ തുടങ്ങി. വിദേശത്ത് അന്യ സ്ത്രീകളുമായി ബന്ധങ്ങളുണ്ടായെന്നാണ് പറയുക. ഒരു നാള് ഷുഗർ രോഗിയായ അപ്പൻ്റെ വസ്ത്രങ്ങൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ കൂടെ ഇട്ട് വാഷിംഗ് മെഷീനിൽ ഒന്ന് ഇട്ടപ്പോഴത്തേക്ക് അവന് പിടിച്ചില്ല. അവൻ ചായ ഉണ്ടാക്കുന്ന പാത്രമെടുത്ത് പിതാവിൻ്റെ തലയടിച്ച് പൊട്ടിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ഒരു കറുത്ത ദിവസമായിരുന്നു. ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന ഒരു സംഭവമാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം. അമ്മായിയമ്മ മരുമകളുടെ കഴുത്ത് വെട്ടി, തലയ്ക്ക് വെട്ടി കൊന്നുകളഞ്ഞ ഒരു സംഭവം. അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. ഒരുപക്ഷെ ഈ സംഭവം ഓർക്കുമ്പോൾ നമുക്ക് അമ്മായിയമ്മയോട് സഹതാപം തോന്നും. പാവപ്പെട്ട ഒരു അമ്മായിയമ്മ, അവരും ഷുഗർ രോഗിയാണ്. പക്ഷേ ഈ മരുമകൾ എപ്പോഴും പിറുപിറുപ്പാണ്. വിവാഹം കഴിച്ച വീട്ടിൽ വന്ന നാള് മുതലേ ഈ അമ്മായിയമ്മയ്ക്ക് നേരെ മരുമകളുടെ മേൽ കർക്കശമായ നിയന്ത്രണം. ഈ പാവപ്പെട്ട അമ്മ ഷുഗറിന് വേണ്ടി ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിയായ വിശപ്പാണ്. ഭക്ഷണം കൊടുക്കത്തില്ല. ചായക്ക് വേണ്ടി ഒരു ചായ ഇങ്ങനെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈ മരുമകളെടുത്ത് ദൂരെ കളയും. ശരിയായ ഭക്ഷണം കൊടുക്കാതെ എന്തെങ്കിലും ഭക്ഷിക്കുവാനിരുന്ന് അതൊക്കെ തട്ടിക്കളയുന്ന ക്രൂരയായ ഒരു സ്ത്രീ. അതുപോലെ കുറ്റപ്പെടുത്തലും
തെറിവിളികളും കൊണ്ട് അഭിഷേകമായപ്പോൾ ഒരു നാൾ ഈ അമ്മായിയമ്മയ്ക്ക് അസ്വസ്ഥയായി. അടുക്കളയിലിരുന്ന് വെട്ടുകത്തി എടുത്ത് ആദ്യത്തെ വെട്ട് മരുമകളുടെ കഴുത്തിന് നേരെ വെട്ടി. പിന്നെ അവർ നോക്കിയില്ല, തുടരെ മുഖത്തിനൊക്കെ ചറപറ വെട്ടുകൾ നടത്തി. എന്നിട്ട് അവർ സ്വസ്ഥമായി പോയി കിടന്ന് ഉറങ്ങിയെന്നാണ് പറയുക. എങ്ങനെ ഉറങ്ങുവാൻ കഴിയും? അവരുടെ ജീവിതത്തിലെ ഒരു കറുത്ത ഞായറാഴ്ചയായിരുന്നു. പിന്നെ ദുരന്തങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങളായി ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഈ കറുപ്പ് ഞായർ വരും. മനുഷ്യന്റെ മുഖം കെട്ടിയുള്ള യാത്രയുണ്ട്. ചില പ്രതിഷേധ പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിലെ നീതിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നന്മ ചെയ്യുവാൻ വേണ്ടി ചില മനുഷ്യരിങ്ങനെ മുഖം കെട്ടി യാത്ര ചെയ്യും. കത്തോലിക്ക സഭ ഇന്ന് കറുപ്പ് ഞായർ ആഘോഷിക്കുകയാണ്. ഇതും ഒരു ദുരന്തത്തിന്റെ അടയാളത്തിന്റെ സൂചനയാണ്. ഇന്നേ ദിവസം നമ്മൾ കറുപ്പ് ഞായർ ആഘോഷിക്കുമ്പോൾ ഒരു ദുസ്സൂചനയാണെന്ന് നമ്മൾ ഓർക്കണം. കാരണം നമ്മളെ സ്നേഹിച്ച, ഈ ഭൂമിയിൽ മനുഷ്യനെ ആവോളം സ്നേഹിക്കുവാൻ വേണ്ടി തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ മാലാഖമാരുടെ സന്നിധിയിലേക്ക് ഉയർത്തി കൊണ്ടുവരുവാൻ വേണ്ടി, പാപത്തിൽ വീണുപോയ മനുഷ്യനെ ഉയർത്തുവാൻ വേണ്ടി, സഹോദരനെ കാണുവാൻ കണ്ണില്ലാത്ത മനുഷ്യനെ ഉയർത്തുവാൻ വേണ്ടി നിങ്ങൾ സ്നേഹിക്കണം, അവസാനം വരെ സ്നേഹിക്കണം, ജീവൻ കൊടുത്തും സ്നേഹിക്കണം, ശത്രുവിനെ പോലും ദേഷിക്കല് സ്നേഹിക്കണമെന്ന് ഈ ലോകത്ത് പറഞ്ഞ് പാടി നടന്ന ഈശോയുടെ ദുരന്ത പീഡന അറിയിക്കുന്ന ദിവസങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നതിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്നീ ദിവസം. ഇനിയുള്ള ദിവസങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവ ദിവസങ്ങളാണെന്ന് പറയുക. ദുരന്തത്തിൻ്റെ നിമിഷങ്ങൾ, ദുരിതത്തിൻ്റെ നിമിഷങ്ങൾ, അതോർക്കുവാൻ വേണ്ടിയാണ് കത്തോലിക്ക സഭ ഒരു കറുത്ത ഞായർ ഇന്നേ ദിവസം ആഘോഷിക്കുക. കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ച് മാത്രം ഇനി നിങ്ങൾ ചിന്തിക്കുക, മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കരുത്. ഈ ഭൂമിയിൽ അവതരിച്ചവൻ, സന്തോഷത്തിൻ്റെ വാർത്ത അറിയിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച ഈശോയെ ദൈവമാണെന്ന് അംഗീകരിക്കാതെ ശത്രുവാണ്, കള്ളനാണ്, കൊലയാളിയാണ് ഇവൻ എന്ന് പറയും, രാജ്യത്തെ നശിപ്പിക്കുവാനായിട്ട് വന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തെരുവിലൂടെ ചമ്മട്ടികളിൽ അടിച്ച് കുരിശും ചുമന്നൊരു കള്ളനെ പോലെ കുരിശിൽ തറയ്ക്കുന്നതിനെ മാത്രം ഓർത്ത് ധ്യാനിക്കുവാനായിട്ട് സഭ വിളിച്ചു കൂട്ടുന്ന ഒരു പ്രത്യേക ദിവസമാണ് കറുപ്പ് ഞായർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസം അത്രയേറെ ഭംഗിയുള്ള ദിവസമല്ല. സഭ നിർദ്ദേശിക്കുന്നത് ഒന്ന് മാത്രമാണ്: ഈ ദുരന്തത്തിൻ്റെ ദിവസങ്ങളൊക്കെ പ്രത്യാശയുടെ ദിവസമാക്കി മാറ്റണമെന്നാണ് ഈശോ പറയുക. ഓരോ നാട്ടിലും, ഓരോ രാജ്യത്തിലും, ഓരോ കുടുംബത്തിലും ഒരുപാട് ദുരന്തങ്ങളും പീഡനങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ പ്രത്യാശയുടെ ദിവസമാക്കി മാറ്റണമെന്നാണ് സഭ നിർദ്ദേശിക്കുക. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷത്തിലും ഒരു ദുരന്തം പറയുക. ഈശോ സ്നേഹിച്ചിരുന്ന ലാസർ, ഈശോ സ്നേഹിച്ചിരുന്ന മാർത്ത, ഈശോ സ്നേഹിച്ചിരുന്ന മറിയം, അവരുടെ ജീവിതത്തിലും ഒരു ദുരന്തം സംഭവിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ സഹോദരൻ, മാർത്തയുടെ സഹോദരൻ, ഈശോയുടെ കൂട്ടുകാരൻ ലാസർ മരിച്ചുപോയെന്ന ദുരന്ത വാർത്ത. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമെന്ന് വിശേഷിപ്പിക്കുന്ന വാക്യമാണ് ഈശോ കരഞ്ഞു എന്നുള്ള വാക്ക്. ഇന്ന് ആ വാക്യം ഉദ്ധരിക്കണം. ഈശോ കരഞ്ഞു എന്നുള്ളതാണ് ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം എന്ന് പറയുന്നത്. ഈ ദുരന്തത്തിലും ഈശോ കടന്നു വന്നുകൊണ്ട് ലാസറിനെ ഉയർപ്പിച്ച് പ്രത്യാശയുടെ അനുഭവമാക്കി മാറ്റുകയാണ് ഈ കറുപ്പ് ഞായർ എന്ന് പറയുന്നത്. കാരണം ഇനി ഈ പീഡാനുഭവങ്ങളിലൂടെ ഈശോ കടന്നുപോയി, മരണത്തെ വരിച്ചിട്ട് അവൻ ഉയർപ്പുണ്ട്, അവനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതാണ് പ്രത്യാശ. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ദുരന്തങ്ങളും ദുരനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ നിരാശരായി പോകാതെ അതിൻ്റെ അപ്പുറത്തൊരു പ്രത്യാശയുണ്ടെന്ന് ഈ കറുപ്പ് ഞായർ നമ്മളെ ഓർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ സംഭവമാണ് ഇന്ന് വിവരിക്കുക. യോഹന്നാന്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളെ പോലെയല്ല. അതുകൊണ്ടാണ് സമാന്തര സുവിശേഷങ്ങളെന്ന് മറ്റു സുവിശേഷങ്ങളെ പറയുക. മത്തായി, മാർക്ക്, ലൂക്ക് ഒരുപോലെയുള്ള സുവിശേഷങ്ങളാണെങ്കിലും യോഹന്നാൻ തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ യോഹന്നാൻ
അത്ഭുതങ്ങളെന്ന് ഒരിക്കലും എവിടെയും പറയത്തില്ല. അതിനെ യോഹന്നാൻ വിശേഷിപ്പിക്കുക അടയാളങ്ങളെന്ന് മാത്രമാണ്. ധ്യാന കേന്ദ്രങ്ങളിലും മരത്തിലും മറ്റും അവിടെയൊക്കെ ഈശോയെ കണ്ടു, അത്ഭുതം കണ്ടു എന്ന് പറയുന്നു. സംഭവിക്കാൻ സാധിക്കാത്തത് സംഭവിക്കുന്നതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുന്നു, അത് ഒരത്ഭുതമാണ്. ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കാഴ്ച ലഭിക്കുന്നു, അതൊരത്ഭുതമാണ്. പിന്നീട് ബെത്സയിദാ കുളത്തിൽ കിടക്കുന്നവൻ, അവൻ തളർവാദ രോഗിയാണ്, അവന്റെ കാലുകൾ നിവരുന്നു, അതൊരത്ഭുതമാണ്. അപ്പോൾ ഈശോ യോഹന്നാൻ ഇതിനെയൊന്നും അത്ഭുതം എന്നൊന്ന് പ്രതിപാദിക്കത്തില്ല. ഇന്ന് മനുഷ്യര് അത്ഭുതങ്ങൾ കാണുവാനായിട്ടാണ് പോകുന്നത്. ധ്യാന കേന്ദ്രങ്ങളിൽ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് രോഗസൗഖ്യം ലഭിച്ചു കഴിഞ്ഞാൽ, ക്യാൻസർ രോഗം വിട്ടുമാറി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും, അത്ഭുതം കണ്ടു ഞങ്ങളവിടെ, മരത്തിൽ ഞങ്ങൾ മാതാവിനെ കണ്ടു, അത്ഭുതം കണ്ടു. തീർത്ഥാടകര് അങ്ങോട്ട് ഓടിപ്പോവും. നിധികാരുണ്യത്തിൽ ഈശോയുടെ ഛായ കണ്ടു, അതൊരു അത്ഭുതമാണ്. അതുകൊണ്ട് അത്ഭുതങ്ങൾ കാണുവാനായിട്ട് ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി ചില ദേവാലയങ്ങളിലേക്ക് പോകും. ഈശോയുടെ മുടി വളരുന്നു ആലപ്പുഴ ദേവാലയത്തിൽ, അതൊരു അത്ഭുതമായി നമ്മൾ പറയുന്നു. എന്നാൽ യോഹന്നാൻ ഇതിനെയൊന്നും അത്ഭുതമായിട്ട് പറയത്തില്ല. യോഹന്നാൻ പറയുന്നത് ഇതൊക്കെ അടയാളങ്ങളാണ്. അടയാളങ്ങൾ എന്താണ് സൂചിപ്പിക്കുക? അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ അത്ഭുതങ്ങളിലും പിന്നിൽ ദൈവമുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യാതൊരു അത്ഭുതവും എന്ന് പറയത്തില്ല. കാനായിലെ വെള്ളത്തെ വീഞ്ഞാക്കിയിട്ട് യോഹന്നാൻ അത് അത്ഭുതം എന്ന് പറയത്തില്ല. യോഹന്നാൻ പറയും അതൊരു അടയാളമാണ്. ഈ അടയാളത്തിന്റെ ലക്ഷ്യം എന്താണ്? ദൈവമുണ്ട്, ദൈവമെല്ലാം പുതുതായി സൃഷ്ടിക്കുന്നവനാണ്, സൃഷ്ടി നടത്തുന്നവനാണ് ദൈവം എന്നാണ് യോഹന്നാൻ പഠിപ്പിക്കുക. അന്ധന് കാഴ്ച നൽകുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ. അത് മറ്റു സുവിശേഷങ്ങളും മറ്റുള്ളവരും പറയും അത് അത്ഭുതമാണെന്ന് പറയുമ്പോൾ യോഹന്നാൻ പറയും അതൊരത്ഭുതമല്ല, ഈശോ ലോകത്തിന്റെ പ്രകാശമാണെന്ന് നിങ്ങൾ ലോകത്തെ അറിയിക്കണം. അതാണ് ഈ ഭാഗം വ്യക്തമാക്കുന്നത്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. അങ്ങനെ ആ ശിഷ്യന്മാര് രക്ഷപ്പെടുമ്പോൾ മറ്റു സുവിശേഷങ്ങൾ അത്ഭുതമായിട്ട് പറയുമ്പോൾ യോഹന്നാൻ പറയും അതല്ല അതിൻ്റെ അർത്ഥം. യോഹന്നാൻ പറയും ഈശോ ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഈശോയാണ്. അതുകൊണ്ട് ഈ സുവിശേഷം വ്യക്തമാക്കുക ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, പ്രകൃതിയെ സൃഷ്ടിച്ചവൻ, പ്രകൃതിയെ നിയന്ത്രിക്കുന്നവൻ ഈശോയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുക. അങ്ങനെ യോഹന്നാന്റെ ഓരോ സുവിശേഷത്തിലും അത്ഭുതം സംഭവിക്കുമ്പോൾ ഇതാണ് കാണിക്കുക. ഇന്ന് ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും ഈ യോഹന്നാൻ പറയുക ഇതൊരു അത്ഭുതമല്ല, മറിച്ച് ഈശോ കാണിച്ചു തരുക ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട അത്ഭുതങ്ങളുടെ പിന്നാലെ പോകാതെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് ദൈവം, ഈശോ എന്നൊരു വ്യക്തിയുണ്ട്. അവൻ നമുക്ക് പ്രത്യാശ തരുന്ന ദൈവമാണ്, നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്, ജീവൻ കൊടുക്കുന്ന ദൈവമാണ്, സാപത്തിൻ്റെയും അധിനാഥനാണെന്ന് കാണിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം ഇന്നത്തെ ദിവസം നമ്മളെ ബോധിപ്പിക്കുന്നത് ഇത്ര മാത്രമാണ്. കർത്താവ് ഈശോ മിശിഹായിലേക്ക് മാത്രം ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കരുത്. എല്ലാ രൂപങ്ങളും മൂടപ്പെടുമ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈശോ മിശിഹായുടെ ജീവിതത്തിൽ നടക്കുന്ന ഈ പീഡാനുഭവങ്ങളെ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പീഡനങ്ങളും ദുരന്തങ്ങളും ദുരനുഭവങ്ങളും ഈശോ മാറ്റി പ്രത്യാശ നിങ്ങൾക്ക് നൽകുമെന്നാണ് സുവിശേഷം വ്യക്തമാക്കുക. ഒരു പീഡനത്തിലും ഒരു ദുരന്തത്തിലും ഒരു ജീവിതനാശത്തിലും മനുഷ്യൻ വീണ് കരഞ്ഞു പോകരുത്, മറിച്ച് നിങ്ങൾക്ക് ഈശോ എന്നും പ്രത്യാശ നൽകും. എല്ലാ മനുഷ്യൻ്റെയും പീഡനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കുരിശിലേറ്റെടുത്തവൻ നിങ്ങൾക്ക് പ്രത്യാശ വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, വിശ്വാസ പ്രഖ്യാപനം നടത്താം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ
കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വിശ്വാസികളുടെ പ്രാർത്ഥന. സ്നേഹസ്വരൂപനായ ദൈവമേ, തിരുസഭയെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും ഞങ്ങളുടെ ഇടവക വികാരി മേരി ജോൺ അച്ഛനെയും മറ്റെല്ലാ സഭാപാലകരെയും സന്യസ്തരെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി സുവിശേഷത്തിന്റെ സന്തോഷം ധൈര്യസമേതം പ്രഘോഷിക്കുവാനും ദരിദ്രർക്കും ആവശ്യമുള്ളവർക്കും വേണ്ടി ത്യാഗമനോഭാവത്തോടെ സേവനം ചെയ്യുവാനുമുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, നോമ്പുകാലത്തിലെ അവസാന ആഴ്ചകളിലേക്ക് നീങ്ങുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. സ്വാർത്ഥതയും അഹങ്കാരവും ആസക്തികളുമെല്ലാം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും കരുണയുടെയും ഉറവിടങ്ങളായി ഞങ്ങൾ മാറുവാനും ഞങ്ങളിലൂടെ പാവനാത്മ ഫലങ്ങൾ ലോകം മുഴുവനിലും പ്രകാശിതമാകുവാനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാന പാലകനായ നാഥ, യുദ്ധവും അശാന്തിയും അകന്ന് ലോകം മുഴുവൻ അങ്ങേ സമാധാനം സംജാതമാകുവാൻ എല്ലാ രാഷ്ട്ര നേതാക്കളെയും അങ്ങേ അരൂപിയിൽ നിറയ്ക്കുവാനും നയിക്കുവാനും സഹായിക്കണമേ. യുദ്ധക്കെടുതിയാൽ വലയുന്നവർക്ക് ആശ്വാസം പകരുവാനും യുദ്ധഭീതി ഇല്ലാതാക്കി ജീവിതതാളം പുനഃസ്ഥാപിക്കാനും പ്രയത്നിക്കുന്ന എല്ലാവരുടെയും പരിശ്രമങ്ങളെ ബലമണിയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അങ്ങേ തിരുകുമാരന്റെ പീഡസഹന മരണ ഉത്ഥാനത്തെ കുറിച്ച് ധ്യാനിക്കുന്ന ഈ കാലയളവിൽ ദാഹിക്കുന്നവന് കുടിനീരും പരദേശിക്ക് പാർപ്പിടവും നഗ്നന് വസ്ത്രവും രോഗികൾക്ക് പരിചരണവും നൽകിക്കൊണ്ട് അങ്ങേ പ്രിയപുത്രന്റെ പാത പിന്തുടരുവാനും നോമ്പുകാലത്തിൻ്റെതായ അരൂപിയിൽ ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല, പ്രസ്തുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണെന്ന് തിരുവചനത്തിന്റെ ശക്തിയാൽ എല്ലാ രോഗികൾക്കും സൗഖ്യവും മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവർക്ക് നിത്യശാന്തിയും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിന്റെ നവ്യപ്രകാശത്തോടെ ആഗതമായ അങ്ങേ രക്ഷ എപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പുതുമയോടെ ഉദയം ചെയ്യുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഈ ജീവിതം കാഴ്ചയായി നൽകാം യേശുവിൻ കൈകളിൽ
നൽകാം. ജീവിതം കാഴ്ചയായി നൽകാം, യേശുവിൻ കൈകളിൽ നൽകാം. ജീവന്റെ ജീവനായി കരുതിയതെല്ലാം, ജീവനു തുല്യം സ്നേഹിച്ചതെല്ലാം സ്നേഹസമ്മാനമായി നൽകാം. ഒരു സ്നേഹസമ്മാനമായി നൽകാം. ഒരു യാഗമായി നൽകിടാം നമ്മെ, കാഴ്ചയായി കീഴാം. ഒരു യാഗമായി നൽകിടാം നമ്മെ, കാഴ്ചയായി കീഴാം. ആബേലിൻ ബലിയിൽ അനുഗ്രഹിച്ചതുപോൽ അനുഗ്രഹിക്കണേ ഞങ്ങളെ നീ. ആബേലിൻ ബലിയിൽ അനുഗ്രഹിച്ചതുപോൽ അനുഗ്രഹിക്കണേ ഞങ്ങളെ നീ. അബ്രാമിൻ ബലി സ്വീകാര്യമായപ്പോൾ സ്വീകരിക്കണമേ കാഴ്ചകളും. അബ്രാമിൻ ബലി സ്വീകാര്യമായപ്പോൾ സ്വീകരിക്കണമേ കാഴ്ചകളും. ഒരു യാഗമായി നൽകിടാം നമ്മെ, കാഴ്ചയായി കീഴാം. ഒരു യാഗമായി നൽകിടാം നമ്മെ, കാഴ്ചയായി കീഴാം. എലിയാവിൻ ബലിയിൽ ഇറങ്ങി വന്നതുപോൽ വന്നിടേണമേ ഞങ്ങളിൽ നീ. ഏലിയാവിൻ ബലിയിൽ ഇറങ്ങി വന്നതുപോൽ വന്നിടേണമേ ഞങ്ങളിൽ നീ. യേശുവിൻ ബലിയെ കൈക്കൊണ്ടോ കൈക്കൊള്ളേണമേ കാഴ്ചകളെ. യേശുവിൻ ബലിയെ കൈക്കൊണ്ടപ്പോൾ കൈക്കൊള്ളേണമേ കാഴ്ചകളെ. ഈ ജീവിതം കാഴ്ചയായി നൽകാം, യേശുവിൻ കൈകളിൽ നൽകാം. ജീവിതം കാഴ്ചയായി നൽകാം, യേശുവിൻ കൈകളിൽ നൽകാം. ജീവന്റെ ജീവനായി കരുതിയതെല്ലാം, ജീവനു തുല്യം സ്നേഹിച്ചതെല്ലാം സ്നേഹസമ്മാനമായി നൽകാം. ഒരു സ്നേഹസമ്മാനമായി നൽകാം.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ശ്രവിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രബോധനങ്ങളാൽ അങ്ങ് നിവേശിപ്പിച്ച അങ്ങേ ദാസരെ ഈ ബലിയുടെ പ്രവർത്തനം വഴി ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ നിത്യനായുള്ള ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. യുക്തവും ന്യായവുമാണതു ഞങ്ങൾക്കു രക്ഷാകരവും ജഗൽ പിതാവേ. യഥാർത്ഥ മനുഷ്യനായ അവിടുന്ന് തൻ്റെ സ്നേഹിതനായ ലാസറിന് വേണ്ടി കരയുകയും നിത്യനായ ദൈവം അവനെ കല്ലറയിൽ നിന്നുയർപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് മനുഷ്യവർഗത്തോട് അലിവ് തോന്നി ദിവ്യരഹസ്യങ്ങൾ വഴി ഞങ്ങളെ പൊതുജീവനിലേക്ക് നയിക്കുന്നുവല്ലോ. ആകയാലാമോദ വായ്പോടെ വാഴുമേ സ്വർഗീയ ഗായകർ മാലാഖമാർ, ദിവ്യപ്രതാപവാനങ്ങയെ വാഴ്ത്തുന്നു, മംഗളം പാടി നമിച്ചിടുന്നു. ആ ദിവ്യഗാനത്തോട് ഒന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ്
സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കുരിശുമരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷകാ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. ആകയാൽ കർത്താവ് അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആന്റണി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ എതിരകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കാലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടിതാ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ആത്മനായി നിൻ മനസ്സത്തിൽ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാകൃത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ. ഓസ്തിയ ഇന്നു നീ ഉള്ളിലണയും നേരം ഇന്ദു ഞാൻ നന്ദിയാൽ നൽകിടേണം ദൈവമേ. നിന്നിലൊന്നലിഞ്ഞിടുവാൻ നിന്നിലൊന്നായി തീരുവാൻ കൊതിയെനിക്കുണ്ട്. ആത്മനാഥനേ ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. നിന്റെ ഉള്ളിൽ നീ വരാതെ കാത്തിരിപ്പൂ ഞാൻ. ഇടറുമെൻ വഴികളിൽ കാവലായി നിൽക്കണേ. അഭയമേകി എന്നെ നീ അരുമയായി കാക്കണേ. സ്നേഹമായി അണയേണമേ. ഉള്ളിൽ നീ നിറയണമേ. ഇടയ സീതമേ കനിവിൻ ഗീതമേ. ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ആത്മനാഥായി നിൻ മനസ്സത്തിൽ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാകൃത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ. തിരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം. എരിയും മെഴുതിരി പോലൻ
സദയം തൊടേണി സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണി സദയം തൊടേണി സുഖമായിടും എൻ്റെ ഉള്ളം. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥ. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥ. അരികിൽ വരേണി സദയം തൊടേണി സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണി സദയം തൊടേണി സുഖമായിടും എൻ്റെ ഉള്ളം. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനീണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തടജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ പീഠകളേ എന്നെ സ്വധീരയാക്കണമേ. നന്മതൻ നിറകൂടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥ നിൻ തിരുമുറിവിൽ എനിക്ക് അഭയകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണം വന്നണയുമ്പോൾ എന്നെ അങ്ങു വിളിക്കണമേ. നിൻ തിരു സവിധം പോകാ എന്നെ സൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുമൊന്നാ നിന്നെ സതതം വാഴ്ത്തിടുവാ.
കർത്താവെ, അങ്ങേ കാരുണ്യത്തിൻ്റെ ദാനം പ്രതീക്ഷിക്കുന്ന അങ്ങേ ജനത്തെ ആശീർവദിക്കുകയും അങ്ങേ പ്രചോദനത്താൽ അവർ അനുഗ്രഹിക്കുന്നത് അങ്ങേ ഔദാര്യത്താൽ പ്രാപിക്കുവാൻ കനിയുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ. നിന്റെ വെളിച്ചം, ജീവന്റെ വെളിച്ചം, നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീയൻ അഭയമല്ലേ അമ്മേ,